DNA is a polymer of nucleotides. പലതരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ഡി എൻ എയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. യുണീക്ക് ഡി എൻ എ സീക്വൻസസ് എന്താണെന്നുള്ളതാണ് ഈ സെഷൻ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. In a genome of an organism, we can see different types of DNA sequences. Unique DNA sequences and repetitive DNA sequences. ഈ രണ്ട് കാറ്റഗറിയിലാണ് DNA sequences ജീനോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. യുണീക്ക് DNA sequences എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ DNA സീക്വൻസ് യുണീക്ക് സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അത് ഒരു ജീനോമിനകത്ത് ഹാപ്ലോയിഡ് ജീനോമിനകത്ത് ഒറ്റ കോപ്പി മാത്രമായിട്ട് ആണ് എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ഒന്നിൽ കൂടുതൽ കോപ്പി എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് യുണീക്ക് DNA സീക്വൻസ് അല്ല, അത് റെപ്പറ്റേറ്റീവ് DNA സീക്വൻസ് ആണ്. സിംഗിൾ കോപ്പി സീക്വൻസസ് ആണ് യുണീക്ക് DNA സീക്വൻസസ്. സാധാരണ രീതിയിൽ ജീനോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന യുണീക്ക് DNA സീക്വൻസസ് എന്ന് പറയുന്നത് ജീൻസ് അതുപോലെ തന്നെ അവയുടെ റെഗുലേറ്ററി സീക്വൻസസ് ഒക്കെയാണ്. ഒരു പ്രോട്ടീൻ കോഡിംഗ് ജീനിനെ നമുക്ക് അനലൈസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ജനറ്റിക് കോഡുള്ള പർട്ടിക്കുലർ പോർഷൻ, ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ആ പർട്ടിക്കുലർ പോർഷന് പറയുന്ന പേരാണ് സ്ട്രക്ചറൽ ജീൻ. ഈ സ്ട്രക്ചറൽ ജീനിൻ്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള റെഗുലേറ്ററി സീക്വൻസസ് ഈ സ്ട്രക്ചറൽ ജീനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പ്രൊമോട്ടർ എന്ന് പറയുന്ന റെഗുലേറ്ററി സീക്വൻസ്. ഈ പ്രൊമോട്ടർ സീക്വൻസ് ഇല്ലാതെ RNA പോളിമറൈസ് എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന എൻസൈം മെഷീനറി സ്ട്രക്ചറൽ ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യത്തില്ല. അപ്പോൾ ആദ്യമേ RNA പോളിമറൈസ് പ്രൊമോട്ടറുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. പിന്നീട് അത് സ്ട്രക്ചറൽ ജീനിലെത്തി സ്ട്രക്ചറൽ ജീനിനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള mRNA സിന്തസൈസ് ചെയ്യും. പിന്നീട് ഒരു പ്രോട്ടീൻ കോഡിംഗ് പോളിപെപ്റ്റൈഡ് കോഡിംഗ് ജീൻ ആണെങ്കിൽ എക്സ്പ്രഷൻ കണ്ടിന്യൂ ചെയ്ത് mRNA ട്രാൻസ്ലേഷന് വിധേയമായി റൈബോസോമുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പോളിപെപ്റ്റൈഡ് സിന്തസൈസ് ചെയ്യപ്പെടും. സ്ട്രക്ചറൽ ജീന് അതുപോലെ തന്നെ അതിൻ്റെ റെഗുലേറ്ററി സീക്വൻസ് ആയിട്ടുള്ള പ്രൊമോട്ടർ, ഇതെല്ലാം യുണീക്ക് DNA സീക്വൻസസ് ആണ്. ഏറ്റവും എസെൻഷ്യലായിട്ട് ഒരു ജീനിൻ്റെ റെഗുലേറ്ററി സീക്വൻസ് എന്ന് പറയുന്നത് പ്രൊമോട്ടറാണ്. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള റെഗുലേറ്ററി സീക്വൻസസ് പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻഹാൻസേഴ്സ്, സൈലൻസേഴ്സ്, റെസ്പോൺസ് എലമെൻറ്റ്സ്, ഇതെല്ലാം ജീനിൻ്റെ ആക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന DNA സീക്വൻസസ് ആണ്. ഈ സീക്വൻസ് എല്ലാം യുണീക്ക് DNA സീക്വൻസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ജീൻസ്, പിന്നെ അവയുടെ റെഗുലേറ്ററി പോർഷൻസ്, സ്ട്രക്ചറൽ ജീന്, പ്രൊമോട്ടർ, എൻഹാൻസർ, സൈലൻസർ, റെസ്പോൺസ് എലമെൻറ്റ്, ഈ പറഞ്ഞ കാറ്റഗറി എല്ലാം യുണീക്ക് DNA സീക്വൻസസ് ആണ്. അവയുടെ ഒറ്റ കോപ്പി മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. The simplest genomes of viruses and bacteria contain mostly unique sequences with only a few repetitive regions. ഓർഗാനിസത്തിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഈ റെപ്പറ്റേറ്റീവ് DNA ഓവറോൾ ജീനോമിനുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ദ പ്രൊപ്പോർഷൻ ഓഫ് റെപ്പറ്റേറ്റീവ് DNA ഇൻക്രീസസ് ഇൻ ഹയർ ഓർഗാനിസംസ്. ഫോർ എക്സാമ്പിൾ സീ എർച്ചിൻ്റെ കേസ് പറയുവാണെങ്കിൽ സീ എർച്ചിനിൽ ഏകദേശം 38%, 38% മാത്രമേ ഉള്ളൂ യുണീക്ക് DNA സീക്വൻസ്. ബാക്കിയുള്ളതെല്ലാം റെപ്പറ്റേറ്റീവ് DNA സീക്വൻസ് ആണ്. അപ്പോൾ ഹ്യൂമൻസ് പോലെയുള്ള ഹയർ കോംപ്ലക്സ് ഓർഗാനിസത്തെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഓവർ 50% ആണ് നമ്മുടെ യുണീക്ക് DNA സീക്വൻസ്. അപ്പോൾ 50-50 എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു കോൺഫിഗറേഷനാണ് ഹ്യൂമൻസിൽ യുണീക്ക് DNA സീക്വൻസസും അതുപോലെ തന്നെ റെപ്പറ്റേറ്റീവ് DNA സീക്വൻസസും എക്സിസ്റ്റ് ചെയ്യുന്നത്. Genes encoding the same protein in different organisms often display similar genetic sequences and perform similar functions. ബാക്ടീരിയ തൊട്ട് ഹയർ യൂക്കാരിയോട്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ തരത്തിലുള്ള ജീൻസ്, ഒരേ സീക്വൻസ് ഉള്ള ജീൻസ്, അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ അവ ക്യാരി ഔട്ട് ചെയ്യുന്ന ഫങ്ഷൻസും സിമിലർ ആയിരിക്കും. ഇങ്ങനെ ഒരു ഹോമോലോഗി പലപ്പോഴും കാണാറുണ്ട്. Most of the genes show some species-dependent differences. Not all of them can be used to discriminate between organisms. അപ്പോൾ പല തരത്തിലുള്ള ജീൻസും സ്പീഷീസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ്, യുണീക്നെസ് കാണിക്കും എന്ന് പറഞ്ഞാൽ പോലും അവയെല്ലാം നമുക്ക് ഓർഗാനിസംസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലുള്ള ജീൻസാണ്, റൈബോസോമൽ ജീൻസ് ആൻഡ് മൈറ്റോകോൺഡ്രിയൽ ജീൻസ്.
ഇപ്പോൾ റൈബോസോമൽ ജീൻസിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. റൈബോസോമൽ RNA മോളിക്യൂൾസിനെ എൻകോഡ് ചെയ്യുന്ന ജീൻസാണ് ribosomal genes. Ribosomal RNA or rRNA molecules are the building units of ribosome. റൈബോസോമിന് 2 സബ് യൂണിറ്റ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റും. ഈ 2 സബ് യൂണിറ്റ്സും ഉണ്ടായിരിക്കുന്നത് RNAയും പ്രോട്ടീനും കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്തുള്ള RNAയ്ക്ക് പറയുന്ന പേരാണ് റൈബോസോമൽ RNA. റൈബോസോമൽ RNAയെ കോഡ് ചെയ്യുന്ന ജീൻസ് ആണ് റൈബോസോമൽ ജീൻസ്. റൈബോസോം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് പ്ലേ ചെയ്യുന്നത്. mRNAയിലുള്ള ജനറ്റിക് കോഡിനെ റീഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള tRNAസിനെ ആക്ടിവേറ്റ് ചെയ്ത്, ആൻറ്റികോഡോൺസ് ഉള്ള tRNAസിനെ ആക്ടിവേറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് അമിനോ ആസിഡ്സിനെ കോർത്തിണക്കി പോളിപെപ്റ്റൈഡ് സിന്തസിസ് സാധ്യമാക്കുന്നത് ഈ റൈബോസോം എന്ന് പറയുന്ന സെല്ലുലാർ ഓർഗനലാണ്. ഇപ്പോൾ റൈബോസോമിനെ നമുക്ക് സ്ട്രക്ചർ വൈസ് അനലൈസ് ചെയ്യുവാണെങ്കിൽ പ്രോക്യാരിയോട്ടിക് റൈബോസോം ടോട്ടൽ അത് 70S എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. റൈബോസോമിൻ്റെ ഓവറോൾ സ്ട്രക്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൊണ്ടാണ്. അതായത് ഇത് സെഡിമെൻറ്റേഷനിൽ, സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിൽ സെഡിമെൻറ്റ് ചെയ്യുന്ന റേറ്റ് ആണ് ഈ സെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 സബ് യൂണിറ്റോടെ, അതായത് സ്മോൾ സബ് യൂണിറ്റും ലാർജ് സബ് യൂണിറ്റോടെ കൂടി 70S എന്ന് പറയുന്ന കോൺഫിഗറേഷനാണ് അച്ചീവ് ചെയ്യുന്നത്. ഇതിനകത്തെ സ്മോൾ സബ് യൂണിറ്റ് 30S സബ് യൂണിറ്റ് ആണ്. ദെൻ ലാർജ് സബ് യൂണിറ്റ് 50S സബ് യൂണിറ്റ് ആണ്. ഈ 30S സബ് യൂണിറ്റിനകത്ത് 16S RNA ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, 16S റൈബോസോമൽ RNA. ഇനി ലാർജ് സബ് യൂണിറ്റിൽ 2 റൈബോസോമൽ RNA എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 23S RNA, ദെൻ 5S RNA. ഇനി യൂക്കാരിയോട്ടിക് റൈബോസോം ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ അത് 80S എന്ന് പറയുന്ന കോൺഫിഗറേഷനിലാണ് വരുന്നത്. അതിന് 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. സ്മോളർ സബ് യൂണിറ്റ്സ് 40S സബ് യൂണിറ്റ് ആണ്. ദെൻ ലാർജർ സബ് യൂണിറ്റ് 60S സബ് യൂണിറ്റ് ആണ്. 40S സബ് യൂണിറ്റിൽ വരുന്ന റൈബോസോമൽ RNA ആണ് 80S rRNA. ദെൻ ലാർജ് സബ് യൂണിറ്റിൽ വരുന്നത് 3 കാറ്റഗറിയാണ്. 28S റൈബോസോമൽ RNA, 5.8S റൈബോസോമൽ RNA, ദെൻ 5S റൈബോസോമൽ RNA. ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ കാറ്റഗറിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീന് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ പ്രോക്യാരിയോട്സിൽ, അതായത് ബാക്ടീരിയ പോലെയുള്ള ഓർഗാനിസത്തിൽ സ്മോളർ സബ് യൂണിറ്റ്സിനെ കോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന 16S റൈബോസോമൽ RNA ജീൻ, അത് ഫൈലോജനി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. The 16S ribosomal RNA gene is present in all bacteria and a related form occurs in all cells including eukaryotes. അപ്പോൾ 16S ribosomal RNA gene ബാക്ടീരിയ പോലെയുള്ള പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ എല്ലാത്തിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫോം യൂക്കാരിയോട്സിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. The analysis of the 16S ribosomal RNA sequences from many organisms have revealed that some portions of the molecule undergo rapid genetic change. അപ്പോൾ ഹൈ ഡിഗ്രി മ്യൂട്ടേഷണൽ റേറ്റ് ഉള്ള ചില പോർഷൻസ് ഈ 16S റൈബോസോമൽ RNA സീക്വൻസിൽ പല ഓർഗാനിസത്തിലും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോ ദിസ് റാപ്പിഡ് ജനറ്റിക് ചേഞ്ച് വിത്തിൻ ദ 16S RNA ribosomal RNA sequences can be used to distinguish between different species within the same genus. ഒരു ജീനസിനകത്തുള്ള പല സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 16S റൈബോസോമൽ RNA സീക്വൻസിലുള്ള വേരിയേഷൻസ് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അവിടെ യൂണീക്ക്നെസ് ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് ബാക്ടീരിയ പോലെയുള്ള ഓർഗാനിസംസിലാണ് ഫൈലോജനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം യൂക്കാരിയോട്സിലും എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് യൂക്കാരിയോട്ടിക് ഫോംസിലും സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ, ഒരു ജീനസിനകത്ത് തന്നെയുള്ള പല സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 16S റൈബോസോമൽ RNA സീക്വൻസസ് യൂട്ടിലൈസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻസീവായിട്ട് സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻസ്, ഓർഗാനിസം ഐഡൻറ്റിഫിക്കേഷൻ, ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് മൈറ്റോകോൺട്രിയൽ ജീൻസ് ആണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സർക്കുലർ ജീനോമിലുള്ള എക്സ്ട്രാ ക്രോമസോമൽ ജീൻസ് ആണ് മൈറ്റോകോൺട്രിയൽ ജീൻസ്. ഈ
മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ആക്ച്വലി യൂക്കാരിയോട്ടിക് സെല്ലിൽ ഫോം ചെയ്തത് എൻഡോസിംബിയോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. മൈറ്റോകോൺട്രിയ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രോകാരിയോട്ടിക് സെല്ലുലാർ റെസ്പിറേഷന് പോസിബിൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു ബാക്ടീരിയ തന്നെയാണ് നമ്മുടെ യൂക്കാരിയോട്ടിക് സെല്ലിനകത്ത് സിംബിയോണ്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോമാണ്. ലിൻ മാർഗ്ലിൻസിൻ്റെ എൻഡോസിംബിയോട്ടിക് തിയറി ഈ പർട്ടിക്കുലർ കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് എവല്യൂഷൻ എന്ന് പറയുന്ന കോണ്ടസ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ നമ്മൾ എൻഡോസിംബിയോട്ടിക് തിയറി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എയറോബിക് ബാക്ടീരിയയുടെ എൻഡോസിംബിയോസിസ് വഴിയാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സ്ട്രക്ചർ യൂക്കാരിയോട്ടിക് സെല്ലിനകത്ത് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ ബാക്ടീരിയയുടെ ജീനോമായിട്ടുള്ള സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഈ പർട്ടിക്കുലർ സെൽ ഓർഗനലിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്ട്രാ ക്രോമസോമൽ ജീനാണ് മൈറ്റോകോൺട്രിയൽ ജീൻസ് എന്ന് പറയുന്നത്. അത് ന്യൂക്ലിയർ DNA ഭാഗമല്ല, അത് ക്രോമസോംസിൻ്റെ ഭാഗമല്ല. ഇപ്പോൾ ന്യൂക്ലിയർ DNAയും അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയൽ DNAയും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസസ് അത് ഹ്യൂമൻസിൻ്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഒരു ടേബിളായിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ DNA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ബോത്ത് ദ പേരൻസ്. മറ്റേണൽ പറ്റേണൽ ക്രോമസോംസിൻ്റെ യൂണിയൻ്റെ ഫലമായിട്ടാണ്, ഗ്യാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ന്യൂക്ലിയർ DNA ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മൈറ്റോകോൺട്രിയൽ DNA അങ്ങനെയല്ല, അത് യൂണി പേരൻ്റൽ ഇൻഹെറിറ്റൻസ് ആണ് കാണിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുമ്പോഴേക്കിന് അൾട്ടിമേറ്റ് ആയിട്ട് എംബ്രിയോയ്ക്ക് കിട്ടുന്ന മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് മദറിൽ നിന്നുള്ള മൈറ്റോകോൺട്രിയ ആണ്. സ്പേമിനകത്തുള്ള മൈറ്റോകോൺട്രിയ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓരോ സെല്ലിനകത്തും 23 പെയറായിട്ടാണ് ന്യൂക്ലിയർ DNA എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മൈറ്റോകോൺട്രിയൽ DNA അങ്ങനെയല്ല, 100 to 1000s ഇൻ ഈച്ച് സെൽ. മൈറ്റോകോൺട്രിയയുടെ എമൗണ്ടിനനുസരിച്ചിട്ട് ഈ മൈറ്റോകോൺട്രിയൽ DNAയുടെ മൈറ്റോകോൺട്രിയൽ ജീൻസിൻ്റെ എണ്ണം കൂടി വരും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടേഴ്സ്. ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് ന്യൂക്ലിയർ DNAയുടെ ഓവർ 3 ബില്യൺ ബേസ് പെയർസ് ആണ് ഹ്യൂമൻസിൻ്റെ കേസിൽ. പക്ഷേ മൈറ്റോകോൺട്രിയൽ DNAയിൽ അത്രയും ലെങ്ത് വരുന്നില്ല. 16,569 ബേസ് പെയർസ് ആണ് ഹ്യൂമൻ മൈറ്റോകോൺട്രിയൽ DNAയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓക്യുപ്പൈ ചെയ്യുന്ന ജീൻസിൻ്റെ എണ്ണം ന്യൂക്ലിയർ DNAയിൽ ഏകദേശം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഒക്കെ പറയുന്നത് എബൌട്ട് 30,000 ജീൻസ്. മൈറ്റോകോൺട്രിയൽ DNA ആണെങ്കിൽ 37 ജീൻസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ന്യൂക്ലിയർ DNA എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്, മൈറ്റോകോൺട്രിയൽ DNA ഹാപ്ലോയിഡ് ആണ്. യൂണി പേരൻ്റൽ ഇൻഹെറിറ്റൻസ് ആയതുകൊണ്ട് ഒരു കോപ്പി മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ന്യൂക്ലിയർ DNA അങ്ങനെയല്ല, അത് ബൈപേരൻ്റൽ ഇൻഹെറിറ്റൻസ് ആണ്, മറ്റേണൽ പറ്റേണൽ കോപ്പി ഉണ്ട്. ഇനി ന്യൂക്ലിയർ DNA എപ്പോഴും അത് റീകോമ്പിനേഷന് വിധേയമാകുന്ന സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷേ മൈറ്റോകോൺട്രിയൽ DNAയിൽ റീകോമ്പിനേഷൻ ഇല്ല. ക്രോസിംഗ് ഓവർ പോലെയുള്ള പ്രോസസ്സ് ന്യൂക്ലിയർ DNAയിലാണ് സംഭവിക്കുന്നത്, മൈറ്റോകോൺട്രിയൽ DNAയിൽ ഇല്ല. അത് ഹാപ്ലോയിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. ദെൻ റിപ്പയർ ആൻഡ് പ്രൂഫ് റീഡിംഗ് മെക്കാനിസംസ് ന്യൂക്ലിയർ DNAയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. DNA റെപ്ലിക്കേഷൻ പ്രോസസ്സുകളിലൊക്കെ പലതരത്തിലുള്ള എറേഴ്സും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിപ്പയർ മെക്കാനിസംസ്, പ്രൂഫ് റീഡിംഗ് മെക്കാനിസംസ് ഒക്കെ ന്യൂക്ലിയർ DNAയിൽ ഉണ്ട്. മൈറ്റോകോൺട്രിയൽ DNAയിൽ ഇതുപോലുള്ള മെക്കാനിസംസ് ഒന്നും ഇല്ല. ന്യൂക്ലിയർ DNAയിൽ റിപ്പയർ പ്രൂഫ് റീഡിംഗ് മെക്കാനിസംസ് ഉള്ളതുകൊണ്ട് എറർ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതിൻ്റെ അർത്ഥം ലോ മ്യൂട്ടേഷൻ റേറ്റ് ആയിരിക്കും ന്യൂക്ലിയർ DNAയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മൈറ്റോകോൺട്രിയൽ DNAയിൽ അങ്ങനെയല്ല, ഹയർ മ്യൂട്ടേഷൻ റേറ്റ് ആണ്. പ്രൂഫ് റീഡിംഗ്, എറർ ചെക്കിംഗ്, റിപ്പയർ മെക്കാനിസംസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ന്യൂക്ലിയർ DNA എന്ന് പറയുന്നത് അതിനകത്തുള്ള ജീൻസ് ഇൻട്രോൺസ്, ഇൻറ്ററപ്റ്റഡ് ജീൻസ് ആണ്, ഇൻട്രോൺസ് ഉള്ള ജീൻസ് ആണ്. എക്സോൺസ് എന്ന് പറയുന്ന എക്സ്പ്രസിംഗ് സീക്വൻസസിൻ്റെ ഇടയിൽ ഇൻ്റർവീനിങ് സീക്വൻസസ് എന്ന് പറയുന്ന എക്സ്പ്രസീവ് അല്ലാത്ത പോർഷൻസ്, DNA സീക്വൻസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മൈറ്റോകോൺട്രിയൽ DNA നോക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ജീൻസിന് ഇൻട്രോൺ ഫ്രീ ജീൻസ് ആണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ജീൻസ് ആണ്, കണ്ടിന്യൂസ് വിത്ത് എക്സോൺസ്. അവിടെ കോഡിംഗ് സീക്വൻസസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരാനുള്ള കാരണം ഇത് ഒരു ബാക്ടീരിയൽ ഒറിജിൻ ആയതുകൊണ്ടാണ്, പ്രോകാരിയോട്ടിക് ഒറിജിൻ ആയതുകൊണ്ടാണ്. പ്രോകാരിയോട്ടിക് ജീൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ജീൻസ് ആണ്, ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റഡ് ജീൻസ് അല്ല യൂക്കാരിയോട്സിൽ കാണുന്ന പോലെ. ഇനി ന്യൂക്ലിയർ DNAയിലുള്ള ജീൻസ് മോണോസിസ്ട്രോണിക് ജീൻസ് ആണ്. മോണോസിസ്ട്രോണിക് ജീൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ജീനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന
mRNA ഒരു പർട്ടിക്കുലർ പോളിപെപ്റ്റൈഡിനെ മാത്രമേ ഉള്ളൂ സിന്തസൈസ് ചെയ്യത്തുള്ളൂ. മൈറ്റോകോൺഡ്രിയൽ DNA-യിലുള്ള ജീൻസ് പോളിസിസ്ട്രോണിക് ആണ്. അതായത് ജീൻസ് പലതരത്തിലുള്ള പ്രോട്ടീൻസിനെ ഒരുമിച്ച് കോഡ് ചെയ്യും. അതായത് ഒരു സിംഗിൾ mRNA ഉണ്ടാവും. ആ സിംഗിൾ mRNAയുടെ ട്രാൻസ്ലേഷൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ടാകും. ഇതും ഒരു പ്രോകാരിയോട്ടിക് ഫീച്ചറാണ്. ഇതൊക്കെയാണ് ന്യൂക്ലിയർ DNA-യും മൈറ്റോകോൺഡ്രിയൽ DNA-യും തമ്മിലുള്ള മേജറായിട്ടുള്ള ഡിഫറൻസ്. ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൈറ്റോകോൺഡ്രിയൽ ജീൻസ് അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ DNA വളരെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം മൈറ്റോകോൺഡ്രിയൽ DNA ഈസ് മോർ റെസിസ്റ്റൻറ്റ് ടു ഡിഗ്രഡേഷൻ. അത് പെട്ടെന്ന് ഒന്നും ഡിഗ്രേഡ് ചെയ്ത് നശിച്ച് പോകത്തില്ല. അത് സാമ്പിളിനകത്ത് വളരെയേറെ കാലം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് ഇത് ബാർകോഡിങ്ങിന് വേണ്ടി വളരെയധികം എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. DNA ബാർകോഡിംഗ് എന്ന് പറയുന്ന ടെക്നീക്കിന് വേണ്ടിയിട്ട് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു DNA പോർഷനാണ് മൈറ്റോകോൺഡ്രിയൽ ജീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ DNA ബാർകോഡിംഗ് എന്താണെന്ന് നോക്കാം. DNA ബാർകോഡിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ യൂസിങ് എ ഷോർട്ട് സെക്ഷൻ ഓഫ് DNA ഫ്രോം എ സ്പെസിഫിക് ജീൻ ഓർ ജീൻസ്. സാധാരണ രീതിയിൽ ബാർകോഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈറ്റോകോൺഡ്രിയൽ ജീൻസിൽ ഉപയോഗിക്കുന്ന ജീൻ എന്ന് പറയുന്നത് സൈറ്റോക്രോം C ഓക്സിഡേസ് 1 ജീനാണ്. CO1 ഓർ COX1 ജീനാണ്. മൈറ്റോകോൺഡ്രിയൽ DNA-യുടെ ഹ്യൂമൻ മൈറ്റോകോൺഡ്രിയൽ DNA-യുടെ മാപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിനകത്ത് CO1 ജീൻ അല്ലെങ്കിൽ COX1 ജീന് കാണാൻ സാധിക്കും. ഈ പർട്ടിക്കുലർ ജീൻ ഉപയോഗിച്ചിട്ടാണ് DNA ബാർകോഡിങ് എക്സ്റ്റെൻസീവായിട്ട് നടത്തുന്നത്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് യുണീക്ക് ആയിട്ടുള്ള DNA സീക്വൻസസ് എന്താണ്, സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യുണീക്ക് സീക്വൻസസ് ഏതൊക്കെയാണ്, റൈബോസോമൽ ജീൻസും അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയൽ ജീൻസും.